ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വെരിക്കോസ് വെയിൻ മൂലമുള്ള വേദനയും ബുദ്ധിമുട്ടും ഒക്കെ മാറാനായിട്ട് സഹായിക്കുന്ന ഒരു റെമഡിയാണ് കേട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അതേപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വന്നിട്ടുള്ള മാറ്റമാണ്, ഇപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഷെയർ ചെയ്യുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ള് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് ഹോം റെമഡീസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പം നമുക്ക് വേണ്ടത് വെരിക്കോസ് വെയിൻ മാറാനായിട്ട് നമ്മൾ ഇന്നിപ്പോൾ ഒരു ഡ്രിങ്കാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടത് കറ്റാർ വാഴയാണ്. അപ്പോൾ കറ്റാർ വാഴ ഒരു ചെറിയ പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വയ്ക്കുക. അതായത് ഒരു 5 മിനിറ്റോളം നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ ജെല്ല് എടുക്കുക, സെപ്പറേറ്റ് ചെയ്യുക, സ്പൂൺ കൊണ്ട് കോരിയെടുക്കുക. അപ്പോൾ ഇനി ഇത് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊലി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക. അത് നമുക്കൊന്ന് തിരുമ്മി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ തേക്കാനായിട്ട് ഉപയോഗിക്കാം. താരനൊക്കെ പോകാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മളിത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. 2 സ്പൂൺ കറ്റാർവാഴ ജ്യൂസ് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഈ സമയത്ത്. അപ്പോൾ വെരിക്കോസ് വെയിൻ്റെ പ്രശ്നം കൂടുതലായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഈ ഒരു ജ്യൂസ് പതിവായിട്ട് കഴിക്കുകയാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും. വെരിക്കോസ് വെയിൻ ചുരുങ്ങുന്നതാണ്. ഇത് അടുപ്പിച്ച് 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം കഴിക്കാം. അതിനുശേഷം നമ്മൾ ഒരാഴ്ച ബ്രേക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. കൂടുതൽ സമയം നിന്ന് ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ഇടയ്ക്ക് അല്പസമയം വിശ്രമിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ക്യാരറ്റ്, ബീട്രൂട്ട്, ഇലക്കറികൾ ഇതൊക്കെ നമ്മൾ കറി വെച്ച് കഴിക്കുന്നതൊക്കെ നല്ലതാണ്. അതുപോലെ പച്ചയ്ക്ക് കഴിക്കാൻ പറ്റിയത് അങ്ങനെ കഴിക്കാം. സോഫ്റ്റ് ഡ്രിങ്ക്സ്, എനർജി ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ അത് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. എന്നാലാണ് നമുക്ക് റിസൾട്ട് കിട്ടുക കേട്ടോ. രാത്രി കിടക്കുന്ന സമയത്ത് ആ വെരിക്കോസ് വെയിനുള്ള ഭാഗത്ത് ഒലിവ് ഓയിലും അതുപോലെ തന്നെ കരിഞ്ജീരക ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് ഒരല്പം അവിടെ പുരട്ടി കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ കിടന്നുറങ്ങുന്ന സമയത്ത് മുട്ടിൻ്റെ താഴെ ഒരു പില്ലോയൊക്കെ വെച്ചിട്ട് കിടക്കുകയാണെങ്കിൽ ആ സ്ട്രെയിൻ കാര്യങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. നമുക്ക് സുപരിചിതമായിട്ട് കിട്ടുന്ന തക്കാളി ഉപയോഗിച്ചിട്ടും വെരിക്കോസ് വെയിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ രക്തം കട്ട പിടിക്കുന്നത് തടയാനായിട്ട് സഹായിക്കുന്ന ഘടകങ്ങൾ ഇതിലുണ്ട്. രക്തക്കുഴലുകളുടെ ഭിത്തികളെ ശക്തിപ്പെടുത്താനായിട്ടും ഈ ഒരു നമ്മൾ തക്കാളി ഉപയോഗിച്ചിട്ടുള്ള കാര്യം ചെയ്യുന്നതിലൂടെ സാധിക്കും. അതിനായിട്ട് നമുക്ക് വേണ്ടത് പച്ച തക്കാളിയാണ് കേട്ടോ. തക്കാളി നന്നായിട്ട് കഴുകിയതിന് ശേഷം വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. അപ്പോൾ വെരിക്കോസ് വെയിൻ്റെ ചുരുളുകൾ കാണുന്ന ഭാഗത്ത് നമുക്ക് ഈ തക്കാളി കഷ്ണങ്ങൾ വെച്ചിട്ട് ലൂസായിട്ട് നമുക്കൊന്ന് കെട്ടിവെക്കുക. ഒരുപാട് ടൈറ്റാക്കി കെട്ടിവെക്കരുത്. അപ്പോൾ ചർമ്മത്തിലൊരു തരിപ്പ് അനുഭവപ്പെടുന്ന സമയത്ത് നമുക്ക് ഈ കെട്ടിവെച്ചിരിക്കുന്നത് അഴിച്ചു മാറ്റാവുന്നതാണ്. അതിനുശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഭാഗം കഴുകി കളയാവുന്നതാണ്. ഇപ്പോൾ ഒരു 4-5 ദിവസമൊക്കെ ഇങ്ങനെ യൂസ് ചെയ്താൽ തന്നെ വെരിക്കോസ് വെയിൻ്റെ വേദനയും പ്രശ്നങ്ങളും ഒക്കെ മാറി കിട്ടുന്നതാണ്. അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞ ടിപ്സുകളിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് എളുപ്പമുള്ളത് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാം. ഇത് രണ്ടും ഒന്നിച്ച് തന്നെ കഴിക്കാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഡ്രിങ്കും കഴിക്കാം. അതേപോലെ തന്നെ ഈ ഒരു പച്ചത്തക്കാളി ഉപയോഗിച്ചിട്ടുള്ള കാര്യവും നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ടിപ്സുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിരിക്കും. കാരണം ഒത്തിരി പേർക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.